പിണറായി വിജയനെയും കേരളത്തിലെ സഖാക്കളെയും ഒക്കെ പുലർക്കാലത്ത് ഞെട്ടിച്ച ഇ ഡി റെയ്ഡ് കേന്ദ്രം അറിഞ്ഞു തന്നെ. കേരളം ഇപ്പോൾ പോലീസിന്റെ കാവലിലാണ്. പിണറായി പോലീസിന്റെ കാവലല്ല, വി ഡി സതീശന്റെ പോലീസിന്റെ കാവലിൽ. നമുക്കറിയാം, പണ്ട് ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആൾക്കാർ വന്നപ്പോൾ ഇ ഡിയെ തടഞ്ഞ ഒരു കാലം കേരളത്തിലുണ്ടായിരുന്നു. അന്ന് പിണറായിയുടെ പോലീസാണ് അവിടെ ഇ ഡിയെ തടയാനുള്ള ചങ്കൂറ്റം കാണിച്ചത്. പക്ഷേ ഇന്ന് അതേ പോലീസ് തന്നെ വി ഡി സതീശൻ സർക്കാരിന്റെ കീഴിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന കാഴ്ചയാണ് ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയന്റെ വാടക വീടിന് മുന്നിൽ രാവിലെ മുതൽ തന്നെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ. കേരളം ഇപ്പോൾ പോലീസിന്റെ ഉരുക്ക് കവചത്തിലാണ്. ഈ റെയ്ഡ് നടത്തുന്നത് നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇതിനുവേണ്ടി കളമൊരുക്കുന്നത് ചെന്നിത്തലയും നരേന്ദ്രമോദിയുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. ആ കൂടിക്കാഴ്ച ഏകദേശം 40 മിനിറ്റോളമാണ് നീണ്ടുന്നത്. അതിനുശേഷം വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആക്ഷൻ നടക്കുന്നത്. അതിരാവിലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സംഘങ്ങൾ ഇരച്ചെവി അറിയാതെ, കേരള പോലീസ് അറിയാതെയാണ് അവർ പിണറായി വിജയന്റെ വസതിയിലും അതുപോലെ തന്നെ കണ്ണൂരിലും തിരുവനന്തപുരത്തും വസതികളിലും അതുപോലെ 12 ഇടത്ത് ഒരുപോലെ റെയ്ഡ് ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത്. ഇത് ഉന്നത ആലോചനയ്ക്ക് ശേഷം തന്നെയാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം വിധി വന്നതിന് ശേഷം ഇ ഡി ഓഫീസിൽ ഉന്നത കൂടിയാലോചന നടന്നു. 12 ഇടങ്ങളിലെ റെയ്ഡ് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ അതാസമയങ്ങളിൽ വിലയിരുത്തുന്നുണ്ട്. കേരളം ആസ്ഥാനമായുള്ള മിനറൽ പ്രോസസിംഗ് കമ്പനിയായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് എക്സലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന് സംശയാസ്പദമായ പണമടക്കൽ നടത്തിയെന്ന ആരോപണത്തെ തുടർന്നാണ് CMRL കള്ളപ്പണം വെളുപ്പിക്കൽ കേസ്. മുൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയിലുമായി ബന്ധമുള്ളതായി പറയപ്പെടുന്ന എക്സലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT സ്ഥാപനത്തിന് ഈ പണമടക്കൽ നിയമവിരുദ്ധമായി നടത്തിയതായും വലിയ രീതിയിൽ സംശയിക്കപ്പെടുന്ന കൈക്കൂലി കള്ളപ്പണം വെളുപ്പിക്കൽ ശൃംഖലയുടെ ഭാഗമായി ഇത് പരിശോധിച്ചു വരികയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇ ഡി കൃത്യമായ സമയത്ത് ഇടപെടലുകൾ നടത്തിയിരിക്കുകയാണ്. ഇതുവരെ പിണറായി വിജയന് വലിയ രീതിയിലുള്ള സുരക്ഷയും കേരള പോലീസിന്റെ കവചവും ഉരുക്ക് കവചവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഇപ്പോൾ ഇല്ലാതെ, ഇപ്പോൾ ഒറ്റയ്ക്ക് അധികാരമൊന്നുമില്ലാതെ പിണറായി വിജയൻ നിൽക്കുന്ന ഈ ഒരു അവസരത്തിലാണ് പിണറായി വിജയന്റെ വീട് കയറി ഇ ഡി നിരങ്ങുന്നത്. എന്തായാലും ഇത് കേന്ദ്ര സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. കേരളത്തിൽ ഒരു ശുദ്ധികലശം നടത്തിയേ മതിയാകും, അഴിമതി വിമുക്തമാക്കണം എന്ന വി ഡി സതീശൻ സർക്കാരിന്റെ ഏറ്റവും പ്രധാനമായ തീരുമാനത്തിന്റെ ഒരു മുന്നോടി തന്നെയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ സർക്കാരിലെ ഏറ്റവും പ്രമാദമായ ഒരു കേസിൽപ്പെട്ട മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ തന്നെ ഇ ഡി ഇപ്പോൾ തിരഞ്ഞ് എത്തുന്നത്. എന്തായാലും ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ചെന്നിത്തലയും അറിഞ്ഞു തന്നെയാണ് ഈ ഇ ഡി റെയ്ഡ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതേ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പലയിടത്തും പിണറായി വിജയന്റെ അണികൾ പ്രതിഷേധ യോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത്രയും വലിയൊരു അഴിമതി നടത്തിയ സ്വന്തം നേതാവിന് വേണ്ടിയിട്ടാണ് അവർ ഘോരം ശബ്ദമുയർത്തുന്നത്. രാവിലെ മുതൽ തന്നെ നമ്മൾ കാണുന്നു EP ജയരാജൻ, അതുപോലെ MA ബേബി, അതുപോലുള്ള പ്രമുഖരായ പല നേതാക്കളും ഇ ഡിക്കെതിരെ കൊമ്പ് കോർക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോ ആരൊക്കെ കൊമ്പ് കോർത്തിട്ടും യാതൊരു കാര്യവുമില്ല, സംഗതി കൈവിട്ടുപോയി. ഇനിയിപ്പോൾ ഇത് കേന്ദ്ര സർക്കാരിന്റെ കയ്യിലാണ്. പഴയ ലാവ്ലിൻ കേസ് മാറ്റിവെച്ചതുപോലെ ഒന്നും ഇനി നടപ്പില്ല. എന്തായാലും പിണറായി വിജയന്റെ വീട്ടിൽ വളരെ ശക്തമായ രീതിയിൽ കനത്ത സുരക്ഷയിൽ ഇപ്പോൾ ഇ ഡി സംഘമുണ്ട്. ഒന്ന് മുള്ളാൻ പോലും അനുവദിക്കാതെ, ഒന്ന് വെള്ളം കുടിക്കണമെങ്കിൽ പോലും ഇ ഡിയുടെ കാവലിൽ മാത്രമേ സാധിക്കൂ എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും അടുത്ത മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.